ഇന്നസെന്റ് സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എല്ലാവരും അവരുടെ തുടക്കകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ തുടക്കകാലത്ത് സംഭവിച്ച ഒരു നല്ലൊരു ഇൻസിഡൻറ്റ് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ ഇൻസിഡൻറ്റ്. സിനിമയിലെ നെല്ല് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്തെ ഹീറോ മോഹനാണ്. എനിക്കറിയാം. ഇപ്പോഴും ഉണ്ട് ആ നടൻ. അയാൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായിട്ടുള്ള ആളാണ്. ബാലു മഹേന്ദ്രയാണ് ആ ക്യാമറാമാൻ. രാമു കാര്യാട്ടാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. KG ജോർജാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജയഭാരതി, കനകദുർഗ, KP ഉമ്മർ, ഇങ്ങനെയുള്ള ആളുകളാണ്. മനസ്സിലായോ? അപ്പോൾ ആ സിനിമ വയനാട്ടിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ ഓഫീസിൽ പോയി എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ നിന്ന് അവിടേക്ക് പോയി. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കാര്യാട്ട് സാറ് എവിടെ നോക്കിയാലും ഇന്നസെൻറ്റിനെ കാണാം. അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുമ്പ് ഞാനതറിയും. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു. അപ്പോൾ കാര്യാട്ട് സാർ എന്നെ ഒന്ന് നോക്കും. ഇതൊക്കെ സിനിമയിൽ എനിക്ക് നല്ല ഏതെങ്കിലും റോള് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ രാമു കാര്യാട്ട് ആ സാറുണ്ട്, KP ഉമ്മർ, ഇവരെല്ലാം പ്രേമനസീർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 9:30 രാത്രി 10 മണി ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഒരു സുഖം ഉണ്ടാവുന്ന സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് സന്തോഷമായി ഇല്ലേ, കയ്യടിക്കുക, മോനെ കളി വേണ്ടാട്ടോ. അങ്ങനെ ആ ചെറിയൊരു സുഖത്തിന്റെ ആ ലഹരിയുടെ ഉള്ളിൽ, ലഹരി എന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ, കുഴപ്പമില്ല. മോഹൻ എവിടെയെന്ന് ചോദിച്ചു ഈ ഹീറോ. അപ്പൊ പറഞ്ഞു മോഹൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് കാര്യാട്ട് സാറിന് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ കാര്യാട്ട് സാറിൻ്റെ അടുത്തുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ എന്താ അയാൾക്ക് കുഴപ്പം, അയാൾ എന്തുകൊണ്ട് വന്നില്ല, ഇവിടെ ഇന്നിങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അയാൾക്ക് അറിയില്ലേ. അപ്പം അയാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ്. ആര്? മോഹൻ. എന്തായാലും പറഞ്ഞു, എനിക്ക് പുല്ല, ഞാൻ വേണ്ടി വന്നാൽ ഈ പറഞ്ഞ മാരൻ്റെ കഥാപാത്രം, മാരനാണെന്ന് തോന്നുന്നു, ജയഭാരതിയുടെ ജോഡിയായിട്ട് അഭിനയിക്കണം, ഞാനത് ഇന്നസെന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വന്ന തനി അമച്ചർ നാടകത്തിൽ എങ്ങാണ്ടൊക്കെ ഏതോ റോളുകൾ ചെയ്ത എന്നെ ആ റോളിൽ എന്നെ ആക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു. അറിയില്ല രാമുവിനെ, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല അവിടെ, കാരണം തല ചുറ്റുന്നുണ്ടോ. അങ്ങനെ ഞാൻ ആകെ ഭയങ്കര പ്രശ്നമായി. ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ഒരു ചെറിയ വീടുണ്ട് ഞങ്ങൾക്ക് കിടക്കാനായിട്ട്. ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. അവിടെ പോയിട്ട് കിടന്നു. രാത്രി ഉറക്കം വരുന്നില്ല എനിക്ക്. ആ കഥാപാത്രമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയായിരുന്നു. ആ കഥാപാത്രമായിട്ട് സങ്കല്പിച്ചിട്ട് കനകദുർഗ എന്ന് പറയുന്ന നടി മോഹനെ ഏറുമാടത്തിൽ ചെന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അയ്യോ, ആ മോഹനാണ് ഡയാനെ ഞാൻ. മനസ്സിലായി? അപ്പൊ ഞാനാണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. മനസ്സിലായി? ചോദിക്കാനൊന്നും ആരുമില്ല, വീട്ടിൽ അമ്മയപ്പനൊക്കെ അല്ലേ ഉള്ളു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു, ദൈവമേ അവര് വരും എന്നെ ബലാത്സംഗം ചെയ്യും, ലവ് ആണെങ്കിൽ ജയഭാരതിയായിട്ട് മറ്റേ കാട് കുളിരുണു. മനസ്സിലായില്ലേ? ആ പാട്ട് അത് ഞാൻ ആകെ തകർന്ന് ഞാനിങ്ങനെ ഏറുമാടത്തിൽ കിടക്കുകയും ഈ കനകദുർഗ കോണി, ഈ ചെറിയ ചെറിയ പടികളാണ്, കോണിയല്ല, ആ മരത്തിൻ്റെ മുകളിൽ കയറി എന്നെ വന്ന് ആശ്ലേഷിക്കുന്ന വരെ എത്തി. പെട്ടെന്ന് ഉറുമ്പ് കടിച്ചു എൻ്റെ മേലൊക്കെ. നേരം വെളുത്തു, ഒന്ന് ഉറക്കം മുഴുവനും പോയി. അങ്ങനെ നേരം വെളുത്ത് ഞാൻ കാലത്ത് ചെന്നൊരു 8-8:30 ആയപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ എനിക്കറിയാലോ, അദ്ദേഹം പറഞ്ഞതാണ് മല്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മാറ്റി ഇന്നസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ. അപ്പം ഞാൻ കാര്യാട്ട് സാറ് കാണാൻ വേണ്ടിയിട്ട് എന്നെ ഒന്നും കൂടി കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നു നിന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി. പിന്നെ അങ്ങോട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ഞാൻ വന്ന് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കി. അപ്പം ഞാൻ അവിടെയും മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ട്, കുറെ നേരമായാലോ മുന്നിൽ വന്ന് നിൽക്കണേ, മാറിക്കടോ. അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞതോ,
ഇന്നലെ രാത്രി എന്താ പറഞ്ഞേ? കാട് കുളിരിനും ആനമിരുളിനും മാറിനൊരു പിടി ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള പാട്ടുകൾ മനസ്സിൽ കൊണ്ട് നടന്ന ഞാൻ പിന്നെ ഞാൻ അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മല്ലനായി അഭിനയിക്കാൻ വന്ന ഞാൻ എല്ലനായി ഞാൻ തിരിച്ചു പോന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര രസമല്ലേ? ആ ഏറുമാടത്തിന്റെ മുകളിലേക്ക് കനകദുർഗ വരുന്നത് നമുക്ക് വെറുതെ ആണെങ്കിലും ഒരു പ്രതീക്ഷ തരുന്ന കിട്ടിയല്ലോ. കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക അവള് പറഞ്ഞു പാകാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ആലോചിക്കണേന്ന്, കലയല്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ? അവൾക്കറിയില്ലല്ലോ, കലയാണല്ലോ. എനിക്ക് കലയുള്ളൂ. ഡയാന മാത്രമേ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ. നമ്മുടെ മനസ്സിൽ കല മാത്രമേ ഉള്ളൂ. ഓക്കെ.